ഹായ് ഗായ്സ്, വെൽക്കം ടു എവറിത്തിങ് വിത്ത് ബേബി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കാറുമായിട്ടൊരു ലോങ് ഡ്രൈവ് പോവുകയാണ്. ലോങ് ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ഡ്രൈവ് ഒന്നുമല്ല, ഒരു 200 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മൾ ടിഗോ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു വലിയൊരു ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം ടെക്നിക്കലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതിപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കാനൊക്കെയാണ് ഇന്ന് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം 800 കിലോമീറ്റർ ഓടി. അപ്പം 1000 കിലോമീറ്റർ ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ പോകുന്നത് ബുളഗോങ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ലുക്ക് ഔട്ട് പോയിന്റ്സും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ കോസ്റ്റൽ സൈഡിൽ കൂടെ ഉള്ള ഡ്രൈവ് അതൊക്കെ നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി അങ്ങനെ ഇപ്പോൾ 877 കിലോമീറ്റർ ആണ് ആകെ ഓടിയത്. നമ്മുടെ ഫുൾ ടാങ്ക് ഉണ്ട്. അപ്പോൾ അത് ഇനി 633 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം. സാധാരണ അത്രയും കിട്ടാറില്ലെന്നോ. എനിക്കൊന്നൊരു മൈലേജ് ഒരു 13.1 ലിറ്റർ ആണ് പെർ കിലോമീറ്റർ ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്, നമ്മൾ മിക്സഡ് ഡ്രൈവിംഗ് ആണെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കാർ പ്ലേ ഒക്കെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി സ്മൂത്ത്. നമുക്ക് ബാക്കി ഫീച്ചേഴ്സൊക്കെ പോകുന്ന വഴിക്ക് കാണിക്കാം. Hello Cherry. Open sunshade. Okay. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൺഷെയ്ഡ് എന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. നമ്മുടെ ചെറി, അതായത് വോയിസ് അസിസ്റ്റൻറ്റ്, സൺഷെയ്ഡ് എന്ന് പറഞ്ഞാലാണ് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയോട് സൺറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഹലോ ചെറി, ഓപ്പൺ സൺറൂഫ്. ഓക്കെ, സൺറൂഫ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആള് റൂഫ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ആ ഡിഫറൻസ് ആണ്. അപ്പോൾ റെഡി സെറ്റ് ഗോ. നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസിന് മുമ്പ് ഇറങ്ങണം എന്നായിരുന്നു. അതെന്തായാലും നടന്നില്ല. അതെ, അപ്പൊ യൂഷ്വലി ഇവിടെ നല്ല മഞ്ഞ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അത്ര കോടയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ പറമ്പിൽ മാത്രമേ ഉള്ളൂ, പാടം പോലെ കിടക്കുന്ന പറമ്പിൽ മാത്രമേ ഉള്ളൂ കോടമഞ്ഞ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വഴി ഫുള്ള് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം ജസ്റ്റ് സൺറൈസ് ആയിട്ടുള്ളൂ. 7:05 ടൈം എന്ന് പറയുന്നത് രാവിലെ. യൂഷ്വലി നമ്മൾ 8:30 എഴുന്നേറ്റാലും ഇതേ രീതിയിൽ കോടമഞ്ഞ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ അങ്ങനെ കോടമഞ്ഞൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മള് നല്ല ബമ്പി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, വണ്ടി വലിയ കുഴപ്പമില്ലല്ലോ. ഇല്ല, അങ്ങനെ നല്ല ബോഡി റോളിംഗ് ഒന്നും അറിയുന്നില്ല. നമ്മുടെ പുറകിലിരിക്കുന്നവർക്കാണെങ്കിലും ബോഡി റോളിംഗ് അറിയുന്നില്ലായിരുന്നു അല്ലേ. ചെറുതായിട്ട് ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഹൈറ്റുള്ള വണ്ടിയും SUV മോഡൽ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ എന്താ പറയുക, ഒരു വളവ് വളയുമ്പം ആ വളവിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടി 4 വീൽ ഡ്രൈവ് അല്ലല്ലോ, അല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് ഒത്തിരി വലിയ പോയിട്ടില്ല നമ്മൾ. നമ്മുടെ നാട്ടിലേക്ക് ഞാൻ ഓൾട്ടോക്കെ കയറി ഇങ്ങനെ വലിയ മറ്റേ ഇത് കൂടെയൊക്കെ കയറ്റിയിട്ടുണ്ട്. മഞ്ഞും ചെളിയിലൊക്കെ, മഞ്ഞല്ല മണ്ണിലും ചെളിയിലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഐസ് ഓൺ ദ റോഡ്. ഇങ്ങോട്ട് നോക്കി സംസാരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതെനിക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. നമ്മളോട് നമ്മുടെ ആ സിസ്റ്റം പറയും യു ഹാവ് ബീൻ ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയും. പക്ഷേ നമ്മൾ എപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ അടുത്തേക്കൂടെ ഒരു വണ്ടി പോവുകയാണെങ്കിലും ഒക്കെ കീക്കി വെച്ചോണ്ടിരിക്കും. അപ്പോൾ അലേർട്ടിംഗ് സിസ്റ്റം അത് നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഇതാന്ന് തോന്നുമ്പോൾ നമ്മളത് ടേൺ ഓഫ് ചെയ്യും. ഈ വണ്ടി ആൻക്യാപ്പ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ കിട്ടിയ ഒരു വണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് കുറച്ച് അഡീഷണൽ റിക്വയർമെന്റ് ഉണ്ട് GNCAP-നേക്കാളും. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ സേഫ്റ്റി മോണിറ്ററിംഗ് സിസ്റ്റവും ലെയിൻ അസിസ്റ്റൻസ്, അങ്ങനെ കുറേ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 സ്റ്റാർ കിട്ടിയതുകൊണ്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അലേർട്ട്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്കാണെങ്കിലും ചില സമയത്ത് ഇതിന് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ശ്രദ്ധ തിരിഞ്ഞു, അങ്ങനെ മറ്റേതാന്നൊക്കെ പറയും. കാരണം ഈ സാധനമാണ് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ആരാണ്ട് ഒരാൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും അത്. അപ്പം അത് ഇച്ചിരി ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഞാൻ നിബിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിപ്സ്റ്റിക് ഇടാൻ പോവുക. പക്ഷെ നല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ല ബമ്പി റോഡാണെന്ന്. അതുകൊണ്ട് അങ്ങനെ ആ കാര്യത്തിന്
ഒരു തീരുമാനമായിട്ടുണ്ട്. കൊച്ചുകുട്ടികളും മുതിർന്നവരും ഇത് അനുകരിക്കാൻ നോക്കേ വേണ്ട. വന്നല്ലോ ആള്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മച്ചാൻ കാരണം നമുക്ക് നേരെയുള്ള വഴി കാണുന്നത് കുറച്ച് പാടാണ് കേട്ടോ. കണ്ടോ എത്ര ക്യാമറയാണ് റോഡിൽ നോക്കി. സിറ്റിയിലേക്ക് ഇറങ്ങിയാലുള്ള കുഴപ്പം അതാണ്. ഫുള്ള് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സ്പീഡ് ലിമിറ്റും ഫുള്ള് മൊബൈൽ ക്യാമറ. അതുകൂടാതെ നമ്മൾ നോക്കിയപ്പം മറ്റേ പോലീസ് വണ്ടി എക്സ്ട്രാ ക്യാമറ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിഗ്നലുകൾ കുട്ടി കുട്ടി സിഗ്നലിലായതുകൊണ്ട് നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ടിരിക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അത് വഴി കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണോ? അല്ല, സിഗ്നലിൽ കിടക്കുന്നത് അത്. ഇത് പരാമട്ടയാണോ? അല്ല, ഓബോൺ സ്റ്റേഷനാണോ? ട്രെയിൻ സ്റ്റേഷനാണേ. അപ്പൊ നമ്മൾ പക്ക സിറ്റി കൂടെ ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് കൺട്രി സൈഡൊക്കെ കയറുമായിരിക്കും അല്ലേ? നമ്മൾ ആദ്യത്തെ ലുക്ക് ഔട്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ബാൾഡ് ഹിൽ ലുക്ക് ഔട്ട് പോയിന്റ് ആണ്. വ്യൂ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ആദ്യം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചെറിയനെ പാർക്ക് ചെയ്യണം. ഈ ക്യാമറ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൻ എപ്പോഴും യു ടേൺ ഒക്കെ എടുക്കുമ്പം അപ്പം തന്നെ ഈ മോഡിലേക്ക് ഇടും. അപ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ്, എസ്പെഷ്യലി ഡ്രൈവിങ് പഠിക്കുന്ന സ്റ്റേജിലായതുകൊണ്ട്. നമ്മുടെ ലുക്ക് ഔട്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാണ്. ഒത്തിരി തണുപ്പുമില്ല, ഒത്തിരി കാറ്റുമില്ല. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പീസ്ഫുൾ ടൈമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ക്യാമറയിലൊന്നും അധികം കിട്ടുന്നില്ല. നല്ല എന്താ പറയുക, കടലും മൗണ്ടൻസും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു അടിപൊളി പെർഫെക്റ്റ് സ്പോട്ട്. നമ്മൾ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ലുക്ക് ഔട്ട് പോയിന്റിലൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് ഹായും കൂടെ വന്നിട്ട് ഇതുപോലത്തെ ഒരു ട്രിപ്പൊക്കെ വീണ്ടും ചെയ്യണം. ഓ മൈ ഗോഡ്. പാരാഗ്ലൈഡിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ജമ്മു നമുക്ക് കാണാവേ. ഓ മൈ ഗുഡ്നെസ്. ചെയ്താലോ? ഇല്ല, ഞാൻ ചെയ്ത് എനിക്ക് പേടിയാ. എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാ. നമ്മൾ ആവശ്യത്തിനുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് കുറച്ച് നടക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? നമ്മൾ ഇവിടെ നിന്നല്ല, നമുക്ക് പോകുന്ന വഴിക്ക് വല്ല കഫേ ഉണ്ടോ നോക്കാം, അവിടെ നിന്ന് കഴിക്കാം. യൂഷ്വലി നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പം ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമല്ലോ പാരാഗ്ലൈഡിങ് ചെയ്യണോന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഓസ്ട്രേലിയൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് പാരാഗ്ലൈഡിങ് ചെയ്യണോ എന്നുള്ളത്. അത് കുറച്ച് എന്താ പറയുക, കൗതുകം നമുക്ക്. പക്ഷെ അവർ നല്ല രസമുണ്ട് കേട്ടോ ചെയ്യുന്നത് കാണാനായിട്ട്. ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈ വ്യൂവും എല്ലാം അടിപൊളിയാണ്. ലോറൻസ് ഹാർഗ്രേവ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. പുള്ളിയാണ് ഇവിടെ 1850 തൊട്ട് 1915 വരെ കാലഘട്ടത്തിലാണ് തോന്നുന്നു പുള്ളി ജീവിച്ചിരുന്നത്. പുള്ളിയുടെ എങ്ങാണോന്ന് അറിയില്ല. പുള്ളി ഏതായാലും ഇവിടെ വന്നിട്ട് നമ്മുടെ എയർപ്ലെയിനൊക്കെ പറത്തി കളിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ വല്യപ്പന്മാരൊക്കെ കൃഷിക്കാരൊക്കെ ആയിരുന്ന സമയത്ത്, വല്യപ്പന്മാരുടെ കാലത്ത് കൃഷി ചെയ്തിരുന്ന സമയത്ത് പുള്ളി ഇവിടെ എയർപ്ലെയിൻ്റെ സെറ്റപ്പ് ഒക്കെ തുടങ്ങിയത്. അത് ഇവിടെ വന്ന് ഭയങ്കര കാര്യമായിരിക്കും. കാരണം നല്ല കാറ്റൊക്കെ ഉള്ളൊരു ഏരിയ അല്ലേ. അങ്ങനെ ചിന്തിച്ചല്ലോ. പുള്ളി അങ്ങനെ ചിന്തിച്ചല്ലോ എന്നല്ലേ. അസ്ട്രോണറ്റ് ആണ് അല്ലേ. 1915 പുള്ളി മരിച്ചും പോയി. ഫോട്ടോ കണ്ടിട്ട് ആള് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോവാട്ടോ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. വേറെ എങ്ങുമല്ല, ഈ നമ്മൾ ഈ കാണുന്ന മൗണ്ടൻസ് ഇല്ല, അതിൻ്റെ സൈഡിൽ കൂടെ, ഈ ഓഷ്യൻ്റെ സൈഡിൽ കൂടെ ഒരു സീ ക്ലിഫ് ബ്രിഡ്ജുണ്ട്. അപ്പോൾ ആ ഡ്രൈവ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴും നമ്മൾ ആ സെയിം ഇത് തന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറി വെച്ച് നമുക്ക് പോകാനാണ് പ്ലാൻ. എന്താ പറ്റിയടാ? എന്നാന്ന്? ഓക്കെ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഡിറ്റക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതെന്താണെന്ന് നോക്കുവാണ്. കൊള്ളാട്ടോ, ഒടുക്കത്തെ ലുക്കാണ്. നല്ല വെതറാണേ നമ്മളിന്ന് വന്നു കേട്ടും. ഒരു രക്ഷയില്ല. വെതർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല വെതർ നമുക്ക് ഇനി കിട്ടില്ല. നല്ല രസമുണ്ട്. വിന്റർ ആണ്, പക്ഷെ ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട്. അയ്യോ, നമ്മൾ വന്നത് കണ്ടോ, നമ്മൾ കാർ ഓടിച്ച് വന്ന ആ ബ്രിഡ്ജ് കണ്ടോ, നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാ. പിന്നെ കടലിന്റെ നല്ല ആരവമുണ്ട് കണ്ടോ, താഴത്തേക്കൊക്കെ നോക്കി നല്ല ശക്തിയിലാണ് വേവ്സ് വരുന്നത്. അപ്പം ഇപ്പം നല്ല വേവിൻ്റെ സമയമല്ല, എന്നിട്ട് പോലും എൻ്റെ പൊന്നു ഞാനിവിടെ നിന്നിട്ട് എനിക്ക് താഴെ വീഴുമെന്ന് പേടിയാ. തെരി കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല, നമ്മുടെ ക്യാമറയിലൊന്നും കാര്യമായിട്ട് കിട്ടില്ല. എന്നാലും കാണുമ്പോൾ നമുക്ക് വേവ്സ് കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. മെൽബണിലും ഇതുപോലെ തന്നെ എന്താ 12 അപ്പോസ്റ്റലീസോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഇതിലും രസമാണ് വീഡിയോയിലൊക്കെ. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു ഡ്രൈവൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മളിത് ആദ്യമായിട്ടാണ് വരുന്നത്. കാറ് വാങ്ങിയപ്പോൾ മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ സൺറൂഫ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു വ്യൂ എൻജോയ് ചെയ്യണം എന്നുള്ളത്. ഇതുവരെ ആയിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1 മന്തിന് ശേഷമാണ് നമ്മൾ സീ ക്ലിഫ് ബ്രിഡ്ജിൽ വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ആ മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വ്യൂ വന്നത്. ഇപ്പം നമ്മുടെ ക്യാമറ നമ്മുടെ കാറിൻ്റെ സൺറൂഫൊക്കെ തുറന്ന് ഗീതം അതിൽ കയറി നിൽപ്പുണ്ട് കേട്ടോ. കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വണ്ടി ഇങ്ങനെ നമ്മൾ വണ്ടിയുടെ മുന്നിലേക്ക് പോകുന്നതല്ലേ അല്ലേ. നല്ലൊരു അടിപൊളി വ്യൂ അല്ലേ. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്, അതുകൊണ്ട് നിബിനെ കൊണ്ട് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. കാറൊന്ന് കഴുകാറായെന്ന് തോന്നണല്ലേ. ഇപ്പോൾ കറുപ്പായതുകൊണ്ട് ഭയങ്കര മെയിൻ്റനൻസ് ചിലവാണ്, ഭയങ്കര മെയിൻ്റനൻസ് കെയർ നമ്മൾ ചെയ്യണം, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ബട്ട് വി സ്റ്റിൽ ലവ് ബ്ലാക്ക് കളർ കാറല്ലേ. നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ നിമിഷങ്ങളും സന്തോഷങ്ങളും ആയിരിക്കും നമുക്ക് കൂടുതൽ മെമ്മറീസും നമുക്ക് ലൈഫിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു നിമിഷങ്ങളൊന്നും വിട്ട് കളയാറില്ല, മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. നമ്മൾ വിളകോങ് വഴിയാണ് പോകുന്നത്. വിളകോങ് എത്തിയിടാം. നമ്മളിങ്ങനെ പോവാണ്, വളകോങ് എത്തിയെന്നാണ് തോന്നണമെന്ന് കണ്ടിട്ട് അറിയില്ല. കുറേ ട്രെയിൻ സ്റ്റേഷൻ സൈഡിൽ കൂടെ ഒരു വശത്ത് കടലൊക്കെ ആയിരുന്നു നേരത്തെ വ്യൂ. സീ ക്ലിഫ് ബ്രിഡ്ജിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സൺറൂഫൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തു, കാരണം വല്ല പൊടിയും ഇതൊക്കെ കയറിയെല്ലാം നിർത്തിട്ട് ക്ലോസ് ചെയ്തു. പക്ഷേ സീ ക്ലിഫ് ബ്രിഡ്ജിൽ കൂടെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2020 ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് ഇത്ര അധികം അഡിക്റ്റീവ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വൺസ് അതിൻ്റെ കിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും കാണാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം കൂടി വരുവാണ് ചെയ്തത്. നമ്മൾ പണ്ട് റോഡ് റഷ് കളിക്കുമ്പം ഉള്ള പോലത്തെ റോഡും വ്യൂ ഒക്കെയാണ് ശരിക്കും. അത് അല്ലടാ, വളവൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആ വീഡിയോ ഗെയിമിൽ കളിക്കുന്ന പോലെ തന്നെയുണ്ട്. ഫുള്ള് നമ്മൾ നല്ല ഹൈറ്റിലായിട്ടോ. നമ്മൾ കയറി ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തോന്നണേ. എന്തായാലും കൊള്ളാം, നല്ലോണം വളവുകളും ഉണ്ട്. നമുക്ക് വണ്ടി നന്നായിട്ട് അയ്യോ പോയി ഇപ്പൊ വന്നായിരുന്നു. യു ഹാവ് ബീൻ ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. നീ എന്താണ് അവിടെ നോക്കാൻ പോയത്? വ്യൂ കാണാൻ പോയപ്പോൾ അവർക്ക് മനസ്സിലായേ. നമ്മൾ കുന്നിറങ്ങി ചെന്നപ്പോൾ തന്നെ കാണുന്ന സ്ഥലങ്ങൾ അയ്യോ നമുക്ക് വീഡിയോ എടുത്തോണ്ടേ ഇരിക്കാൻ തോന്നും. അതാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ ബോറടിപ്പിക്കുകയാണ് എന്നറിയാം. എന്നാലും നമുക്കിത് കാണുമ്പോഴേ നിങ്ങളെയും കൂടി കാണിച്ചു തരണം. ഫോണിലൊന്നും അത്ര കാര്യമായിട്ട് പിടിക്കാൻ പറ്റില്ല. എന്നാലും ഓടിക്കുന്ന കൂട്ടുകാരിതൊക്കെ കൊണ്ടുപോകും. ഫൈൻ കിട്ടുമ്പോ അറിയാൻ പറ്റൂട്ടോ.
നമ്മൾ മൗണ്ടൻ ക്ലിഫൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രസമുണ്ടല്ലേ, നല്ല കോസ്റ്റൽ വൈബാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ചെറിയൊരു ടൗണാണ് ഇവരുടെ. ഇത് പള്ളിയാണ് തോന്നണേ. 1000 കിലോമീറ്റർ അടിച്ചോ? 30 കിലോമീറ്റർ പോകണം. ഈ പോകുന്ന വഴിക്ക് അടിക്കും. നമ്മൾ പോകുന്നത് ബെറി എന്ന് പറഞ്ഞ സ്ഥലം. അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുറേ കഫേ ഷോപ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ എന്തായാലും പോകുന്ന വഴിക്ക് അവിടെ പോകാം. എന്നിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാനാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. 1000 കിലോമീറ്റർ അടിച്ചടാ, 1000 കിലോമീറ്റർ അടിച്ച്. 100 പോകുന്ന റോഡിൽ 1000 കിലോമീറ്റർ അടിച്ചു. അതെ, നമ്മളങ്ങനെ ഫൈനലി 1000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കുറേ അധികം നേരമായിട്ട് നമ്മൾ ഉച്ചൊന്നൊക്കെ ആയിട്ടാ കാത്തി പിടിച്ചോ. കുറച്ചധികം നേരമായിട്ട് നമ്മൾ 100-ൽ പോകേണ്ട റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 65 കിലോമീറ്റർ സ്ട്രെയിറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് എൻജോയ് ചെയ്ത് നിബിൻ്റെ ഇരിക്കുകയാണ് അല്ലേ. സ്പീഡ് 100-ന് മേളിൽ പോകണ്ട കേട്ടോ. എനിക്ക് പേടിയാണ്. തമാശക്ക് പറയത്തില്ലേ അവൻ 100-ലാ പോകുന്നതെന്ന് നമ്മൾ തമാശക്ക് പറയത്തില്ലേ, ചില അമ്മമാരൊക്കെ പറയത്തില്ലേ, അതെ അവൻ 100-ലാ പോകുന്നത്, ഇപ്പം എവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കും അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുകൊണ്ട് അതുപോലെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുമ്പോൾ മിക്ക ഭാര്യമാരും ഇങ്ങനെയായിരിക്കും. അതെ അവിടെ അത്ര സ്പീഡ് പോകണ്ട, അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. സേഫ്റ്റി ഫസ്റ്റ്, അതുകൊണ്ടാണ്. ഈ ഹായ്ക്കോട്ടം വരുമ്പോൾ നമ്മൾ കാർ സീറ്റിൽ ഇരുത്തണം, ബാക്കിൽ നടക്കുമെന്ന് ദൈവത്തിനറിയാം. നാട്ടിലൊക്കെ പോയിട്ടിരുന്ന് ഇപ്പം അമ്മയുടെ സ്റ്റിയറിങ്ങിലൊക്കെ പിടിക്കുന്നു. അങ്ങനെ ആ ഒരു അത്രയും വഷളായിട്ടാണ് ഹായ്ക്കോട്ടൻ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇനി കാർ സീറ്റിൽ ചിലപ്പോൾ സർപ്രൈസിങ്ങിൽ ആൾ ഇരിക്കുമായിരിക്കും. എനിവേ എന്തായാലും നല്ല അറിവായതുകൊണ്ട്, ഇതുവരെ കാർ സീറ്റ് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് അതൊരു സ്ട്രഗിളായിട്ട് തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. ഇനി നമ്മൾ കാർ സീറ്റ് വാങ്ങിച്ചിട്ടില്ല. നാളെ നമുക്ക് ഇവിടെ ബേബി ബണ്ടിങ്സ് ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ പോയിട്ട് നമുക്ക് കാർ സീറ്റും അങ്ങനെ ഹായുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തപ്പാനുണ്ട്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ബെറി എന്ന് പറഞ്ഞൊരു ചെറിയ ടൗൺ പോലെയാണ്, വില്ലേജ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ബെറി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി ഒതുക്കി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ടൗൺ നമ്മളിച്ചിരി മാറി വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ള കുറേ പ്ലേസസ് ആണ്. അതെ, വീടാണെങ്കിലും ഇവിടെ എന്താ ഗോൾഡ് ഫിഷിൻ്റെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വില്ലേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്കാർക്ക് ജീവിക്കാൻ പാകത്തിനുള്ള എല്ലാം ഈ ടൗണിൽ കിട്ടും. അങ്ങനെയാണ് സെറ്റപ്പ് അല്ലേ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിയാണ് കാണാൻ. താഴ്വാരത്തിലുള്ള ഒരു വില്ലേജ് ആണ്. പോരുന്ന വഴികളിൽ വേറെയും കുറെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതോ കയാമയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും ഒക്കെ ഭംഗിയുണ്ട്. എന്തായാലും പുറകിലാണെങ്കിൽ മൗണ്ടൻ ആണ്, അപ്പം താഴ്വാരാണ് പ്രോപ്പർ. ഭയങ്കര എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. മരത്തിൻ്റെ തടി കൊണ്ട് നമ്പർ തന്നിട്ട് നമ്മുടെ വെയിറ്റിംഗ് നമ്പറിൽ ഇടുവാണ്. ഭയങ്കര ചീപ്പ് ആൻഡ് ഈസി സൊല്യൂഷൻസ്. നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇല്ലെങ്കിൽ 170 കിലോമീറ്റർ മാത്രം, തിരിച്ച് 170 കിലോമീറ്റർ. 400 കിലോമീറ്റർ ഓടുമല്ലോ അങ്ങോട്ടേക്ക്. 400 കിലോമീറ്ററോ ഇന്നോ? 170 ആണെങ്കിൽ 200 സംതിങ് ഓടിയിട്ടുണ്ടാവും. അപ്പം മൊത്തത്തിൽ ഒരു 400 to 500 കിലോമീറ്റേഴ്സ് കാണും. അധികം ഇതുപോലത്തെ കഫേ ഷോപ്പുകളുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആൾ നമുക്ക് ഫുൾ പ്ലാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ പേര് അഖിൽ എന്നാണ്. അപ്പം അഖിൽ ചേട്ടന് നന്ദി. നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത്, നമ്മൾ പ്ലാൻ ഇല്ലാണ്ട് വന്നെങ്കിൽ നമ്മൾ
കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി ഈസിയായി. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീർത്ത് നമുക്ക് തിരിച്ച് ഡേ ലൈറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റിയത് ചേട്ടൻ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. ആദ്യം നമ്മൾ ബാൾഡ് ഹിൽ കണ്ടു, അത് കഴിഞ്ഞ് സീ ക്ലിഫ് ബ്രിഡ്ജ് കണ്ടു, അത് കഴിഞ്ഞിപ്പോൾ ബെറി കണ്ടു. ഇനി നമ്മൾ തിരിച്ച് പോകണം. തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് പയ്യെ കഴിഞ്ഞ് സ്ലോ അടിച്ച് പോകാം, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ ചുറ്റിനും കഫേകളാണ്. എൻ്റെ ബാക്കിലൊക്കെ കാണുന്നതൊക്കെ കഫേയാണ്, ബേക്കറീസ്. നമുക്ക് കാണുമ്പോൾ കയറാൻ തോന്നുന്ന ടൈപ്പ് ഷോപ്സാണ്. ഇപ്പം നമ്മളുള്ളത് ഈസീസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ്, കഫേയിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, നമ്മളിപ്പം കുടിച്ചത് സോഡയാണ്, സോഡ കുടിച്ചു, അവൻ കോഫി കുടിച്ചു, ഇത് രണ്ടും ഓക്കെയാണ്. ഇനി മെയിൻ ഫുഡ് വന്നിട്ട് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചത് ഹാം ചീസ് ടോസ്റ്റ് ആയിരുന്നു, അത് ഉണ്ടായിരുന്നില്ല. ഹാം ഫുള്ള് തീർന്നു പോയി. രാവിലെ എല്ലാവരും പിന്നെ ഹാം ഓർഡർ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ കഫേയില്ലേ ഇപ്പോൾ 12:40 2 മണി വരെ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. അതാണ് അതിൻ്റെ രസം, അതാണ് ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പ്രോബ്ലം. നമ്മളിത് താമസിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് ഇത് കണ്ടപ്പം സ്വിറ്റ്സർലാൻഡുമായിട്ട് കുറച്ച് ഒത്തിരിയില്ല. സ്വിറ്റ്സർലാൻഡിലും ജർമ്മനിയിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഈ ടൗണിൽ പോകുമ്പം ഉള്ള പോലത്തെ റിസംബ്ലൻസ് ഒന്ന് തോന്നി. പക്ഷേ അതിൻ്റെ അത്രയും ഭംഗിയില്ല, എന്നാലും ഭംഗിയുണ്ട് കേട്ടോ. കഴിക്കാം. നീ എന്തായിരുന്നു വാങ്ങിച്ചത്? ചീസ് ബർഗർ അല്ലേ? വെരി വെരി മാൻഡ്രീൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമായിട്ട് അറിയാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓട്സ് ഒക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതങ്ങനെയല്ലേ മനുഷ്യർക്ക്? അല്ല, നിനക്കും അങ്ങനെ തോന്നിയില്ലേ? ഫുഡ് കഴിച്ച് സമാധാനം, ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു ഗുഡ് ഫീലിങ്. ഇവൻ കാപ്പിയാണ്, അല്ല ചായയാണ് വാങ്ങിച്ചത്. ഞാനൊരു സോഡയുടെ ഡ്രിങ്കാണ് വാങ്ങിച്ചത്. അവൻ്റെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് വന്ന് കുടിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സമ്മതിക്കുന്നില്ല ഗൈസ്, സമ്മതിക്കുന്നില്ല. അതാണ് ചൂസ് ചെയ്യുന്നത് വൈസ്ലി. എപ്പോഴും ഇത് സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് എൻ്റെ ഡ്രിങ്ക് വന്ന് കുടിച്ചു തീർത്തിട്ട് പോകും. ചോക്ലേറ്റില്ല ഐസ്ക്രീം കഴിക്കാം. ചോക്ലേറ്റ് അല്ല, ഐസ്ക്രീം. ഇവിടെ ജലാറ്റോയുടെ ഒരു ഷോപ്പുണ്ട്, ചോക്ലേറ്റ് കോഫി കേക്ക് ജലാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ. ജലാറ്റോ നല്ല മെസ്സേജാണല്ലേ ആൾക്കാർക്ക്. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ സാധനം ഫോൺ ബൂത്ത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇപ്പം ഇല്ലല്ലോ. സിംഗപ്പൂരും ഇതുപോലെ ഒരെണ്ണമൊക്കെയുണ്ട്, ഒരെണ്ണം ഒറ്റയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിന് ചാർജ് തീർന്നു പോയി, എനിക്ക് റേഞ്ചില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ റേഞ്ചില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. മറ്റേ സാറ്റലൈറ്റ് ഫോൺ വെച്ച് വിളിക്കുന്ന സ്ഥലങ്ങൾ വലിയ രാജ്യമായതുകൊണ്ട്. ആ, നമ്മൾ ഇവിടെ പോവാം, സ്വീറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ആ, ബെറി ഐസ്ക്രീം. അങ്ങനെ നമ്മൾ നമ്മുടെ ഐസ്ക്രീം വാങ്ങിച്ചു, 2 സ്കൂപ്പ്. ആണോ, നല്ലല്ലേ? പിന്നെ എന്താണ് അതല്ല, രണ്ടാമത്തെ ഗീതുവിൻ്റെ, ഒന്നാമത്തെ എൻ്റെ സെലക്ഷൻ ആയിരുന്നു. ഇതൊക്കെ വീഡിയോകളൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഏരിയ വെച്ച് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ലക്ഷറി സ്റ്റൈലാണ്. കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ കുറേ പഴയ വീടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയതുണ്ട്. പുതിയത് മീൻസ് ആ ബിൽഡിംഗ് സ്റ്റൈൽ മൊത്തത്തിലൊരു വ്യത്യാസമല്ലേ നമ്മൾ ആ ഒരു ഈവൻ ആ ഫെൻസിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വില്ലേജ് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യാലിറ്റി കുറച്ച് കുറവുണ്ട്.
ഇനി ഇപ്പം നമ്മൾ വന്നത് കുറച്ചിങ്ങ് മാറിയിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ മലയുടെ ഇടയ്ക്ക് കൂടെ ആയിരുന്നു നമ്മുടെ മെയിൻ റോഡ്. അതിൽ നിന്നൊരു എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ടൗണിലേക്ക് കയറിയത്. ഇനി നമുക്ക് നേരെ പോവല്ലേടാ. സൺഗ്ലാസ് ഇല്ലാതെ യാത്ര ചെയ്യില്ല, അതുകൊണ്ടൊന്നല്ല കേട്ടോ. നമ്മളൊരു സെൽഫി എടുക്കാൻ നോക്കിയിട്ട് സൂര്യൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എടുക്കാൻ പറ്റില്ല. നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ നിർത്തിട്ടായിരുന്നു കേട്ടോ. പക്ഷേ കണ്ണ് ചുളിയുന്നു. ലെറ്റ്സ് ടേക്ക്. ഗ്ലാസ് മാത്രമോ? വണ്ടി ഓണാക്കാതെ വണ്ടിക്കകത്ത് കയറി ഇരിക്കുവാണോ? പോകാൻ തോന്നണല്ലോ. ഇവിടെ ഒരു വീട് വാങ്ങിച്ച് ഇവിടെ തന്നെ അങ്ങ് താമസിച്ചാലോ എന്ന് ആലോചിക്കുക. എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, നിനക്കല്ലേ ജോലിയുണ്ട്, നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. 1049 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി. 1049. ബിങ്കോ. നമ്മൾ സിഡ്നിയിലേക്ക് കയറി കേട്ടോ. കുറേ നേരം ആയപ്പോൾ നമുക്ക് മടുത്ത് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ഇവനെങ്ങാനും ഉറങ്ങിപ്പോയാലോ ഓർത്തിട്ട് ഞാൻ ഉറങ്ങാതിരിക്കുക കേട്ടോ. മടുത്തോ? നമുക്കൊരു മസാജിങ് സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാം, അപ്പം സുഖമായിരിക്കും. അല്ല, നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് പുറം വേദന എടുക്കും. നിനക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വേദന എടുക്കും. നമുക്ക് സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് കോഫി കുടിക്കാനായിട്ട് വേണം. ഓ, ഇപ്പൊ നമ്മൾ കെമ്പൽ ടൗൺ ആവാറായി. കെമ്പൽ ടൗൺ ഓക്കെ ആയി. ബർഗർ കിങ്ങിൽ ഇറങ്ങി. ബർഗർ കിങ് അല്ല, ഹംഗ്രി ജാക്സ് അല്ലേ? അത് എപ്പോഴും മാറിപ്പോവും നമുക്ക്. സിംഗപ്പൂർ ബർഗർ കിങ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുണ്ട് 1 hour. നമ്മൾ ജസ്റ്റ് ഹൈവേ എല്ലാം കഴിഞ്ഞ് സിറ്റിയിലേക്ക് കയറിയുള്ളൂ. ഇനി 1 hour കൂടെ ഉണ്ട്. അപ്പോഴേക്കും സൂര്യൻ എന്തായാലും അസ്തമിക്കും. ജസ്റ്റ് സൺസെറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തുമായിരിക്കും. ഇത് കോഫി അല്ല കേട്ടോ, ഇത് ചായയാണ്. ഡേർട്ടി ചായ എന്ന പേര്. എങ്ങനെയുണ്ട്? ഡേർട്ടി ആണോ? നമ്മുടെ ചായലാത്തയുടെ ഒക്കെ ഒരു വേർഷൻ. യൂഷ്വലി യാത്ര ചെയ്യുമ്പം നമ്മൾ പെട്രോൾ പമ്പ് നോക്കിയാണ് പോവാറ്, റിഫ്രഷ്മെൻറ്റിനും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇത് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടില്ല. ഷെല്ലിൻ്റെ ആണ് കേട്ടോ. പണിത് വരുമ്പോൾ ഇവിടെ വേറെ കുറച്ച് ഇവിടെ ഷോപ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഓസ്ട്രേലിയയിലെ സാധനങ്ങൾ ഭയങ്കര വലിപ്പമാണ് നമ്മൾ പറയാറില്ലേ. നേരത്തെ കണ്ട കൊക്ക് പോലെ എന്തൊരു പക്ഷിയാണ്, എൻ്റെ പേരെന്തായാലും നമുക്കറിയില്ല, അറിയാവുന്നവർ പറഞ്ഞു തന്നെ. അതിന് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കാക്ക ഈ വക സാധനങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ വലിപ്പവും ഭയങ്കര ഒരു വൃത്തികെട്ട സൗണ്ടുമാണ്. മീൻസ് വേറൊരു കോണ്ടിനെന്റ് അല്ലേ അല്ലേ, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും കാണും. നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്ന് നമ്മൾ അതിൻ്റെ നേച്ചറിനെയും ജീവജാലങ്ങളെയും എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. മുന്നിലുള്ള വണ്ടിയില്ലേ, അത് ഹോൾഡൻ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. അത് ഈ ഓസ്ട്രേലിയൻ മെയ്ഡ് ആയിരുന്നു എന്ന്, ഐ മീൻ ഓസ്ട്രേലിയൻ മാനുഫാക്ചർ ചെയ്തിട്ട് ഓസ്ട്രേലിയയുടെ കാറായിരുന്നു എന്ന്. പക്ഷെ അത് പൂട്ടിപ്പോയി കുറച്ച് നാൾ മുമ്പ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാരുതി 800ന്റെ അതേ മോഡലുള്ള വണ്ടി കേട്ടോ. നല്ല വൈറ്റ് മാരുതി കിടക്കുന്ന പോലെ ഉണ്ട്. അതൊക്കെ കോപ്പി അടിച്ചായിരിക്കും. ഇപ്പൊ ഇല്ല, ഏതായാലും സംഭവം പൂട്ടിപ്പോയി. ഓ, ഗുഡ് ഇൻഫർമേഷൻ, താങ്ക് യു. ഇതൊക്കെ ഉള്ളതാണോ ഡേ? ഉള്ളതാണ്. ഹോൾഡനൊക്കെ ഓടിച്ചോണ്ട് നടക്കുന്നവരൊക്കെ ഭയങ്കര റിച്ച് കൈസായിരുന്നു പണ്ട്. രാവിലെ നമ്മൾ ഇതേ അവസ്ഥയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈ 4 മിനിറ്റ്സിനുള്ളിൽ വീട്ടിലെത്തും. അപ്പോഴും നമ്മൾ ഈ ഒരു കാലാവസ്ഥയിലാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ച് ദിവസമായിട്ട് തണുപ്പ് കുറവുണ്ട് കേട്ടോ. റോഡിലൊക്കെ നല്ലോണം വണ്ടികളും ഉണ്ട് അല്ലേടാ? റോഡിൽ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടില്ല, വലിയ തിരക്കില്ലാതെ ഇങ്ങ് പോകുന്നു. വണ്ടികളുണ്ടായിരുന്നു, എന്നാലും അങ്ങനെ കിടന്നൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എത്തി. വണ്ടിയുടെ മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? വണ്ടിക്ക് നമ്മൾ ആ ഹൈവേയിലായിരുന്നപ്പം 16.3 കിലോമീറ്റർ പെർ ലിറ്റർ ഉണ്ടായിരുന്നു.
ഇപ്പം സിറ്റി ഡ്രൈവിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അത് കുറഞ്ഞാണ്, ഒരു 12-13 ആയി കാണണം. അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് സോഫാർ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.